ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്. അതും ഇതുപോലെ നമ്മൾ പറയുന്നത് കൃത്യമായിട്ടുള്ള ഉപയോഗം അറിയാതെ നമ്മൾ പലപ്പോഴും തെറ്റിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. സോ ഫാർ, ബൈ ഫാർ എന്നൊക്കെ പറയുന്നത്. അപ്പൊ സോ ഫാർ എങ്ങനെയാണ് സെന്റൻസുകളിൽ ഉപയോഗിക്കുന്നത്, ബൈ ഫാർ എങ്ങനെയാണ് സെന്റൻസുകളിൽ ഉപയോഗിക്കുന്നത് എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ശ്രദ്ധിക്കുന്നത്. അപ്പൊ നമുക്ക് പഠിക്കാം. സോഫാർ എന്ന് പറയുന്ന ഒരു പദം നമ്മൾ കേട്ടിട്ടുള്ളതാണ് അല്ലെ. സോഫാർ എന്ന് പറയുന്ന ഒരു പ്രയോഗം നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഈ സോഫാർ എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നത് അൻറ്റിൽ നൗ, ഇപ്പോൾ വരെ, ഈ സമയം വരെ എന്നുള്ള രീതിയിലാണ്. അപ്പൊ സോഫാർ എന്നുള്ളത് സെന്റൻസുകളിൽ ഉപയോഗിക്കുമ്പോഴേക്കും എങ്ങനെയാണ് അൻറ്റിൽ നൗ, ഇപ്പോൾ വരെ എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ ഉപയോഗിക്കുന്നത് നമുക്ക് കുറച്ചുകൂടി വ്യക്തമാകും. അപ്പൊ നമുക്ക് നോക്കാം. We have no problems so far. We have no problems so far. ഞങ്ങൾക്ക് ഇപ്പോൾ വരെ ഒരു പ്രശ്നവുമില്ല. ഇപ്പോൾ വരെ, ഈ സമയം, ഈ നിമിഷം വരെ ഒരു പ്രശ്നവുമില്ല എന്നാണ് ഇതിനർത്ഥം. We have no problems so far. How are things going so far? How are things going so far? How are things going so far? എന്ന് വെച്ചാല് ഇപ്പോൾ വരെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു, ഈ നിമിഷം വരെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു, എങ്ങനെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്നുള്ള രീതിയിൽ നമ്മളൊരു അന്വേഷണമാണ് അവിടെ നടത്തുന്നത് അല്ലെ. അപ്പൊ ഈ നിമിഷം വരെ എന്നുള്ള രീതിയിലാണ് സോഫാർ ഉപയോഗിച്ചിരിക്കുന്നത്. ശ്രദ്ധിക്കുക. I have read 10 pages of this book. I have read 10 pages of this book. ഈ ബുക്ക്, എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ബുക്കിന്റെ 10 പേജ് വരെ ഞാൻ വായിച്ചിട്ടുണ്ട്. I have read 10 pages of this book so far. I have read 10 pages of this book so far. ഈ ബുക്കിന്റെ 10 പേജ് വരെ ഞാൻ വായിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ നിമിഷം വരെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 10 പേജ് വരെ ഞാൻ വായിച്ചിട്ടുണ്ട് എന്നാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത്. I haven't made any mistakes so far. I haven't made any mistakes so far. അതായത് ഇതുവരെ ഞാൻ ഒരു തെറ്റ് പോലും വരുത്തിയിട്ടില്ല. ഞാൻ ഒരു തെറ്റും ഇതുവരെ വരുത്തിയിട്ടില്ല എന്നാണ് അതിനർത്ഥം. അപ്പൊ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. മിക്കപ്പോഴും നമ്മൾ ഈ സോഫാർ ഉപയോഗിക്കുമ്പോഴേക്കും പെർഫെക്റ്റ് ടെൻസുകളിലായിട്ടാണ് ഇത് സാധാരണയായിട്ട് ഉപയോഗിച്ചത് കാണുന്നത്. അതായത് ഹാവ് ഉപയോഗിച്ചതിന് ശേഷം ഏതെങ്കിലും ഒരു വെർബിന്റെ മൂന്നാമത്തെ ഫോം, V3 ഫോം, അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ് ഉപയോഗിക്കുന്നത്. ഇതാണ് I haven't read, have not read. കണ്ടോ? I haven't made, I have read, I haven't read, I haven't made എന്നൊക്കെ ഉള്ള രീതിയിലുള്ള നമ്മൾ പ്രയോഗങ്ങളൊക്കെ കണ്ടല്ലോ. അപ്പൊ അതിനൊക്കെ ഉപയോഗിക്കുമ്പോഴേക്കും നമ്മൾ അതിന്റെ പെർഫെക്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. അതായത് ഹാവ് ഉപയോഗിച്ചിട്ട് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കുമ്പോഴേക്കും നമുക്കറിയാം അത് പെർഫെക്റ്റ് ടെൻസിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. ഓക്കെ. അപ്പൊ അതായത് ഉണ്ട്, അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇതുവരെ അങ്ങനെ ആയിട്ടുണ്ട്, ഇതുവരെ വായിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ആ രീതിയിൽ നമ്മൾ ആ ഒരു ഇഫക്റ്റ് കാണിക്കുമ്പോഴാണ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നതെന്ന് അറിയാലോ. അപ്പൊ അതുകൊണ്ട് ഈ രീതിയിലുള്ള പ്രയോഗം മിക്കപ്പോഴും പെർഫെക്റ്റ് ടെൻസസിലാണ് വരുന്നതെന്ന് ഒന്ന് ശ്രദ്ധിച്ചോളണം. The weather has been good so far. The weather has been good so far. അതായത് ഇതുവരെ കാലാവസ്ഥ വളരെ നല്ലതായിരുന്നു. ഇതുവരെ കാലാവസ്ഥ നല്ലതായിരുന്നു. ഇനിയുള്ള കാര്യം പറയുമ്പോൾ ഇതുവരെ കാലാവസ്ഥ നല്ലതായിരുന്നു. അതാണ് ഹാസ് ബീൻ ഗുഡ്. ഹാസ് എന്ന് പറയുന്ന ആ ഒരു പ്രയോഗം ഞാൻ പറഞ്ഞില്ലേ, ഹാവ് അല്ലെങ്കിൽ ഹാസ് ഉപയോഗിച്ചിട്ട് പെർഫെക്റ്റ് ടെൻസ് പറയുന്നത് പാസ്റ്റ് പാർട്ടിസിപ്പിളും കൂടി വേണം. അപ്പൊ ഹാവ് അല്ലെങ്കിൽ ഹാസ് ഉപയോഗിച്ചിട്ട് നമ്മൾ അവിടെ എന്താണ് ഉപയോഗിച്ചിരിക്കുന്നത്? ബീൻ. ബി എന്ന് പറയുന്നതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ് ബീൻ. അപ്പൊ ഇതുവരെ കാലാവസ്ഥ നല്ലതായിരുന്നിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. I have saved a small amount of money so far. I have saved a small amount of money so far. I have saved. ഞാൻ സമ്പാദിച്ചിട്ടുണ്ട്. എങ്ങനെയാണ്, എന്താണ് സമ്പാദിച്ചിട്ടുള്ളത്? ഒരു ചെറിയ എമൗണ്ട് ഓഫ് മണി, അതായത് ഒരു ചെറിയൊരു സംഖ്യ സമ്പാദിച്ചിട്ടുണ്ട്. സോ ഫാർ, ഇതുവരെയുള്ള സമയം എടുത്തു നോക്കിയാൽ ഞാൻ ഒരു ചെറിയ സംഖ്യ മാത്രമേ സമ്പാദിച്ചിട്ടുള്ളൂ എന്നാണ് ഇതിനർത്ഥം. ഞാൻ ഇതുവരെയുള്ള എൻ്റെ ജീവിതം എനിക്ക് സംതൃപ്തിയാണ് എന്ന് പറയുന്നത് എങ്ങനെയാണ്?
അപ്പൊ എനിക്ക് സംതൃപ്തിയാണ് അല്ലെങ്കിൽ ഞാൻ സംതൃപ്തയാണ് എന്ന് പറയുമ്പോൾ ഐ ആം സാറ്റിസ്ഫൈഡ്. ഐ ആം സാറ്റിസ്ഫൈഡ് എന്റെ ജീവിതം കൊണ്ട്. വിത്ത് മൈ ലൈഫ് സോ ഫാർ. ഐ ആം സാറ്റിസ്ഫൈഡ് വിത്ത് മൈ ലൈഫ് സോ ഫാർ. ഇതുവരെയുള്ള എന്റെ ജീവിതത്തിൽ ഞാൻ സംതൃപ്തയാണ് എന്നാണ് ഇതിനർത്ഥം. ഞാൻ ഇതുവരെ അവിടെ പോയിട്ടില്ല എങ്ങനെ പറയും? ഞാൻ ഇതുവരെയും അവിടെ പോയിട്ടില്ല. ആ ഐ ഹാവൻറ്റ് ഗോൺ. ഐ ഹാവൻറ്റ്, ഐ ഹാവ് നോട്ട്. ഐ ഹാവൻറ്റ് അല്ലെങ്കിൽ ഐ ഹാവ് നോട്ട് രണ്ടും കറക്റ്റ് ആണ്. ഐ ഹാവൻറ്റ് ഇനി പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ഗോ. ഗോയുടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ് ഗോൺ. അപ്പൊ ഐ ഹാവൻറ്റ് ഗോൺ അവിടെ. ഐ ഹാവൻറ്റ് ഗോൺ ദേർ ഇതുവരെ. I haven't gone there so far. I haven't gone there so far. Okay. അവൾ ഇതുവരെ ആ പഴം കഴിച്ചിട്ടില്ല. അവൾ ഇതുവരെ ആ പഴം കഴിച്ചിട്ടില്ല. ഇതെങ്ങനെ നിങ്ങൾ പറയുന്നത്? ഷീ, ഇവിടെ ഷീ ആയതുകൊണ്ട് ഹാവ് അല്ല ഹാസ് ആണ് വരേണ്ടത്. ഷീ ഹാസ് നോട്ട്. ഷീ ഹാസ് നോട്ട്. ഈറ്റിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഏതാണ്? ഈറ്റൺ. She has not eaten that fruit so far. She hasn't eaten that fruit so far. അവൾ ഇതുവരെ ആ പഴം കഴിച്ചിട്ടില്ല. She hasn't eaten that fruit so far. അടുത്ത എക്സ്പ്രഷൻ ആണ് by far. By far എന്ന് പറയുമ്പോഴേക്കും ഒരു പരിധി വരെ അല്ലെങ്കിൽ ഒരു to a greater extent, ഒരു വലിയ പരിധി വരെ എന്നുള്ളതാണ് ഇതിനർത്ഥം. അപ്പൊ നമുക്ക് സെന്റൻസുകൾ നോക്കാം. ഷീ ഈസ് ബൈ ഫാർ ദ ബെസ്റ്റ് സിംഗർ. ഷീ ഈസ് ബൈ ഫാർ ദ ബെസ്റ്റ് സിംഗർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ ഒരു പരിധി വരെ, ഒരു വലിയ പരിധി വരെ അവളൊരു നല്ല പാട്ടുകാരിയാണ്. ഒരു വലിയ പരിധി വരെ അവൾ ഒരു നല്ലൊരു പാട്ടുകാരിയാണ് എന്നാണ് ഇതിന്. ഷീ ഈസ് ബൈ ഫാർ ദ ബെസ്റ്റ് സിംഗർ. അവനൊരു വലിയ പരിധി വരെ ടീമിലെ നല്ലൊരു കളിക്കാരനാണ്. അവൻ ഒരു പരിധി വരെ, വലിയ പരിധി വരെ ഒരു നല്ല കളിക്കാരനാണ്. ടീമിലെ ഒരു നല്ല കളിക്കാരനാണ്. അപ്പൊ അതെങ്ങനെ പറയും? ഹി ഈസ് ബൈ ഫാർ ദ ബെസ്റ്റ് പ്ലെയർ ഇൻ ദ ടീം. ഹി ഈസ് ബൈ ഫാർ ദ ബെസ്റ്റ് പ്ലെയർ ഇൻ ദ ടീം. ഈ സീൻ, അതായത് ഈ ഒരു കാഴ്ച എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ കാണുന്ന ഒരു സീൻ എന്ന് വെച്ചു, ഈ സീനാണ് ഏറ്റവും വലിയൊരു പരിധി വരെ ഒരു നല്ല സീൻ എന്ന് പറയൂലേ. ഇപ്പൊ ഒരു നമ്മൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ സിനിമയിലെ ഏറ്റവും നല്ല സീൻ എന്ന് നമുക്ക് വിശേഷിപ്പിക്കുന്ന സീൻ ഇതാണ്. അപ്പൊ അങ്ങനെ പറയുമ്പോഴേക്കും നമുക്ക് പറയാം ദിസ് സീൻ ഈസ് ബൈ ഫാർ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വൺ. ദിസ് സീൻ ഈസ് ബൈ ഫാർ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വൺ. അവളാണ് ഒരു പരിധി വരെ, എല്ലാ സ്റ്റുഡൻസിനെ എടുത്താലും അവളാണ് ഏറ്റവും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ആത്മസമർപ്പണമുള്ള ഒരു കുട്ടി. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുന്ന ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കുട്ടി അവളാണ് എന്നെങ്ങനെ പറയും? ഷീ ഈസ് ബൈ ഫാർ ദ മോസ്റ്റ് ഡെഡിക്കേറ്റഡ് സ്റ്റുഡന്റ് ഇൻ ദ ക്ലാസ്. ഷീ ഈസ് ബൈ ഫാർ ദ മോസ്റ്റ് ഡെഡിക്കേറ്റഡ് സ്റ്റുഡന്റ് ഇൻ ദ ക്ലാസ്. മോസ്റ്റ് ഡെഡിക്കേറ്റഡ് എന്ന് പറയുന്നത് ഏറ്റവും ഡെഡിക്കേറ്റഡ് എന്നുള്ള അർത്ഥത്തിലാണ്. ഒരു വലിയ പരിധി വരെയും ഏറ്റവും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കുട്ടി അവളാണെന്ന് നമുക്ക് പറയാം. മൈ മദേഴ്സ് റെസിപ്പി എന്ന് വെച്ചാൽ എന്റെ അമ്മ കുക്ക് ചെയ്യുന്ന ആ ഒരു രീതി, അമ്മയുടെ ഒരു പാചക രീതി ഉണ്ടല്ലോ, അപ്പൊ അതാണ് മൈ മദേഴ്സ് റെസിപ്പി. മൈ മദേഴ്സ് റെസിപ്പി അതെങ്ങനെയാണ്? ബൈ ഫാർ. മൈ മദേഴ്സ് റെസിപ്പി ഈസ് ബൈ ഫാർ. ബൈ ഫാർ എന്ന് വെച്ചാൽ ഒരു പരിധി, വലിയ പരിധി വരെ. മൈ മദേഴ്സ് റെസിപ്പി ഈസ് ബൈ ഫാർ ദ മോസ്റ്റ് ഡെലീഷ്യസ് ഫുഡ് ഐ ഹാവ് എവർ ടേസ്റ്റഡ്. ഞാൻ ഇതുവരെ കഴിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ടേസ്റ്റി ആയിട്ട് ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു റെസിപ്പി എന്ന് പറയുന്നത് എന്റെ അമ്മയുടേതാണ്. അതെങ്ങനെയാ നമ്മൾ പറയുന്നത്? മൈ മദേഴ്സ് റെസിപ്പി ഈസ് ബൈ ഫാർ ദ മോസ്റ്റ് ഡെലീഷ്യസ് റെസിപ്പി, ദ മോസ്റ്റ് ഡെലീഷ്യസ് ഫുഡ് ഐ ഹാവ് ടേസ്റ്റഡ്. ആ റെസ്റ്റോറന്റ്, ഇപ്പൊ ഒരു റെസ്റ്റോറന്റിൽ പോയിരിക്കുകയാണ്, ആ റെസ്റ്റോറന്റിലെ സർവീസ് എന്ന് പറയുന്നത് വളരെ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഒരു പരിധി വരെ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും മോശമായിട്ടുള്ള ഒരു സർവീസാണ് അവിടെ നിന്ന് കിട്ടിയത് എന്നുള്ള രീതിയിൽ നമ്മളൊരു സെന്റൻസ് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ ഉണ്ടാക്കും? The service at the restaurant was
ബൈ ഫാർ ദ വേഴ്സ്റ്റ് വൺ. വേഴ്സ്റ്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. ബാഡ് എന്നുള്ളതിന്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് വേഴ്സ്റ്റ്. The service at the restaurant was by far the worst one. The service at the restaurant was by far the worst one. So far and by far ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചിരിക്കുന്നത് ഏതൊക്കെ രീതിയിലാണ് so far ഉപയോഗിക്കേണ്ടത്, ഏതൊക്കെ രീതിയിലാണ് by far ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ നമ്മൾ കണ്ടു. നമ്മൾ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യം മാത്രം, ആവശ്യമുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ so farഉം by farഉം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ നിങ്ങളുടെ സംസാരത്തെ കൂടുതൽ എൻറിച്ച്ഡ് ആക്കുക, നല്ല രീതിയിൽ സംസാരിക്കുക. വീണ്ടും അടുത്തൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.